മുരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. മുരളി നെല്ലനാട് എഴുതിയ നോവൽ മർമ്മരം തുടരുന്നു. അധ്യായം 5. വിശദമായ പരിചയപ്പെടുത്തൽ ഹാളിൽ വെച്ച് നടന്നു. ഞാൻ തഹസിൽദാരായി റിട്ടയർ ചെയ്തിട്ട് 4 വർഷം കഴിഞ്ഞു. 3 ആൺമക്കളാണ് എനിക്ക്. ഹൈമവതി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ കുടുംബമാണ് ഞങ്ങളുടേത്. 3 ആൺമക്കൾക്കും നല്ല പ്രായത്തിൽ തന്നെ ജോലി കിട്ടി. മൂത്ത മകൻ ആനന്ദും കുടുംബവും മാത്രമേ എൻ്റെ കൂടെ ഇല്ലാതുള്ളൂ. അവൻ്റെ വിവാഹ ദിവസം പെണ്ണിൻ്റെ അച്ഛൻ ഒരു ലക്ഷറി ഫ്ലാറ്റിൻ്റെ കീ അവനു കൈമാറി. കൂട്ടത്തിൽ പറയാമല്ലോ, ഞങ്ങൾ സ്ത്രീധനമായി ഒന്നും ചോദിച്ചതല്ല. എൻ്റെ കാലം വരെ മക്കൾ കൂടെ ഉണ്ടാവണമെന്ന ആഗ്രഹമാണ് എനിക്ക്. കവടിയാറിലാണ് ആ ഫ്ലാറ്റ്. വാടകക്കാർക്ക് കൊടുത്താൽ നശിപ്പിച്ചു കളയുമെന്ന് കരുതി 6 മാസം പൂട്ടിയിട്ടു. പിന്നെ അങ്ങോട്ട് മാറിക്കൊള്ളാൻ ഞാൻ തന്നെ പറഞ്ഞു. അവർ അവിടെയാ. 2ാമത്തെ മോനും അവൻ്റെ കുടുംബവും ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. മഹേന്ദ്രൻ്റെ പ്രഭാഷണത്തിൽ ലയിച്ച് ശിവശങ്കരനും മറ്റുള്ളവരും ഇരുന്നു. വന്നിരിക്കുന്നവരുടെ മുഖ്യ ലക്ഷ്യം സ്ത്രീധനം തന്നെ എന്ന് രഘുനാഥന് മനസ്സിലായി. മക്കൾക്ക് ജോലിയുള്ളതിൻ്റെ പേരിൽ വിൽപ്പനയ്ക്കിറങ്ങിയിരിക്കുന്നു. ഇങ്ങോട്ട് പോരുമ്പോൾ നിങ്ങൾ അഭിപ്രായ പ്രകടനമൊന്നും നടത്തിയേക്കരുതെന്ന് ഗീത പറഞ്ഞത് അയാൾ ഓർത്തു. നമ്മൾ സുജാതയുടെ ബന്ധുക്കളാണ്. തീരുമാനമെടുക്കേണ്ടത് അച്ഛൻ കൂട്ടരാ. ബാഹുലേയനും പ്രസന്നചന്ദ്രനും അവരെ പരിചയപ്പെടുത്തി. സുജാതയും ഗീതയും ചായയും പലഹാരങ്ങളുമായി വന്നു. ഇതാണ് എൻ്റെ വൈഫ് സുജാത. അവൾ കളക്ടറേറ്റിലാ. ശങ്കരേട്ടൻ പറഞ്ഞിരുന്നു. സന്തോഷത്തോടെ മഹേന്ദ്രൻ ചായക്കപ്പെടുത്തു. സുജാത ഹൈമവതിയെ നോക്കി ചിരിച്ചു. അർത്ഥസ്മിതം മാത്രം അവരുടെ മുഖത്തുണ്ടായി. പയ്യനെ കണ്ടപ്പോൾ അവന് ലയയുടെ ഉയരം വരുമെന്ന് സുജാതയ്ക്ക് തോന്നി. തെറ്റു പറയാൻ ഒന്നുമില്ല. എൻ്റെ മകനെപ്പറ്റി ഇളയച്ചൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. മധുചന്ദ്രൻ മഹേന്ദ്രനെ നോക്കി. കറങ്ങി നടന്ന് വീഡിയോ എടുപ്പല്ലേ, ഞാനത് ആദ്യമായി കേൾക്കുക. പക്ഷേ ഈ പറഞ്ഞ വരുമാനമൊക്കെ അവനുണ്ടോ? മഹേന്ദ്രൻ വിശ്വസിക്കാൻ തയ്യാറായില്ല. ഉണ്ട്, എനിക്കറിയാവുന്നതാ. സംസാരം വഴിതെറ്റി വിടണ്ടെന്ന് ശിവശങ്കരന് തോന്നി. എന്നാൽ കുട്ടിയെ വിളിക്കുക. മധുചന്ദ്രൻ സുജാതയെ നോക്കി. അവളെ കൂട്ടിക്കൊണ്ടുവാ. സുജാതയ്ക്ക് പിന്നിൽ നിന്ന രാജലക്ഷ്മിയും ഗീതയും വഴിമാറിക്കൊടുത്തു. സുജാത സ്റ്റെയർകേസ് കയറി ലയയുടെ റൂമിലെത്തി. ഗായത്രി അവളെ സാരി ചുറ്റാൻ സഹായിക്കുകയായിരുന്നു. താഴേക്ക് വാ, നിന്നെ വെയിറ്റ് ചെയ്യുക. കുറച്ച് ഓർണമെൻറ്റ്സ് കൂടി എടുത്ത് ധരിക്കാൻ നീയൊന്ന് പറ സുജാതേ. പറഞ്ഞു സഹികെട്ടതുപോലെ ഗായത്രി ആവശ്യപ്പെട്ടു. ഓ, പെണ്ണുകാണലല്ലേ, ഇതൊക്കെ മതി. സുജാത ഒഴുക്കൻ മട്ടിൽ പ്രതികരിച്ചു. പെണ്ണുകാണൽ ചടങ്ങിന് ഓരോ പെണ്ണും പയ്യൻ്റെ മുന്നിൽ ചെല്ലുന്നത് പ്രതീക്ഷയോടെയാ. ഈ കുട്ടി എന്താ ഇങ്ങനെ? ഗായത്രി ചോദിച്ചു. വാ മോളെ. ലയയുടെ കൈ പിടിച്ച് സുജാത നടത്തിച്ചു. സുജാതയ്ക്ക് പിന്നാലെ ലയ ഹാളിലേക്ക് വന്നു. എല്ലാവരുടെ കണ്ണുകളിലും അവൾ പതിഞ്ഞു. ഇതാ ഞങ്ങളുടെ മോൾ. മധുചന്ദ്രൻ ലയയുടെ കൈ പിടിച്ച് അടുത്തേക്ക് നിർത്തി. ലയ എല്ലാവരെയും ഒന്ന് പാറി നോക്കി. എന്താ മോളുടെ പേര്? ചോദ്യം മഹേന്ദ്രൻ്റേതായിരുന്നു. ലയ. കുട്ടിക്ക് നമ്മുടെ മോനേക്കാൾ ഉയരം കൂടുതലാണോ? ഹൈമവതി സംശയം പ്രകടിപ്പിച്ചു. ലയ ഒട്ടും ശിരസ് കുനിച്ചില്ല. ഭവാനിയേക്കാൾ 5 ഇഞ്ച് ഉയരക്കുറവ് തനിക്കുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. മോൾക്ക് എത്ര സെൻറ്റിമീറ്റർ ഉയരമുണ്ട്? ചോദ്യം മഹേന്ദ്രൻ്റേതായിരുന്നു. 166. ലയ കൂസാതെ പറഞ്ഞു. അവന് 168 അല്ലേടാ? മഹേന്ദ്രൻ മകനോട് ചോദിച്ചു. അതെ. ലയയുടെ നോട്ടം പയ്യനിൽ പതിഞ്ഞു. പാവത്തെപ്പോലെ ഒതുങ്ങിയിരിക്കുകയാണ്. തിങ്ങിയ തലമുടി, മീശത്തുമ്പുകൾ ഇറക്കി വെച്ചിട്ടുണ്ട്. നല്ല നിറമുണ്ട്. സുമുഖൻ. എന്നാൽ അതൊരു വിഷയമാക്കേണ്ടതുണ്ടോ മഹേന്ദ്ര? ശിവശങ്കരൻ ചോദിച്ചു. അവൾ സാരിയുടുത്ത് നിന്നിട്ടാ ഉയരം തോന്നുന്നത്. ചുരിദാർ ധരിച്ചാൽ തോന്നിക്കില്ല, രാജലക്ഷ്മി പറഞ്ഞു. ഏയ്, അതൊരു പ്രശ്നമല്ല. വേണമെങ്കിൽ അവൻ അടുത്തുനിന്ന് നോക്കട്ടെ, മഹേന്ദ്രൻ നിർദ്ദേശിച്ചു. ഇങ്ങനെ ഒരു പൊല്ലാപ്പ് വന്ന് ഭവിക്കുമെന്ന് ലയ കരുതിയില്ല. ഇനി ഒന്നിച്ചു നിർത്തി അളവെടുപ്പ് നടത്തണം. അവർ തമ്മിൽ സംസാരിക്കട്ടെ. അതിനെന്താ, മോനകത്തേക്ക് ചെല്ല്, മധുചന്ദ്രൻ സന്തോഷത്തോടെ പറഞ്ഞു. ലയ സ്റ്റെയർകേസ് കയറി മുകളിലേക്ക് പോയി. പിന്നാലെ പയ്യനും ചെന്നു.
അവൾ ബാൽക്കണിയിൽ നിൽക്കുന്നത് കണ്ട് അവൻ അങ്ങോട്ട് ചെന്നു. ഹായ്, ഞാൻ അരുൺകുമാർ. താഴെ കണ്ട ആളല്ലെന്ന് ലയയ്ക്ക് തോന്നി. ഞാൻ ലയ. നൈസ് നെയിം. അവൻ തൻ്റെ ദേഹത്ത് അടിമുടി നോക്കുന്നത് അവൾ തിരിച്ചറിഞ്ഞു. താങ്ക്സ്. BDSന് 4ാം വർഷം അല്ലേ? അതെ. വഴിവിട്ട അവൻ്റെ നോട്ടം നേരിടാൻ മുഖത്ത് നോക്കി തന്നെ അവൾ പറഞ്ഞു. ഞാൻ ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. സർവീസിൽ കയറിയിട്ട് 4 വർഷമായി. വളരെ നല്ല പോസ്റ്റിലാ. പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഭൂമിയുടെ അളവും തിട്ടപ്പെടുത്തലുമൊക്കെ ജോലിയുടെ ഭാഗമായതുകൊണ്ടാവും ഒരു പെണ്ണിൻ്റെ ശരീരത്തിലും ഈ നോട്ടമെന്ന് അവൾ മനസ്സിൽ ചോദിച്ചു. എന്നെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ലയയ്ക്ക് ചോദിക്കാം. പ്രത്യേകിച്ചൊന്നും ചോദിക്കാനില്ല. ഒരു ഏട്ടൻ കൂടിയുണ്ടല്ലേ? ആൾ വേസ്റ്റാണെന്ന് മനസ്സിലായി. അതും MBAക്കാരൻ. അരുൺ പരിഹാസ ചുവയോടെ ചിരിച്ചു. ഒരാൾ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് അയാളല്ലേ മാഷേ? എൻ്റെ ഏട്ടന് സംതൃപ്തി യാത്ര ചെയ്യുന്നതില്ല. അതിൽ പുള്ളിക്കാരൻ സന്തോഷവും കണ്ടെത്തുന്നു. അതല്ല ജീവിതമെന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ചിരിച്ചുകൊണ്ട് തന്നെയാണ് അവൾ മറുപടി പറഞ്ഞത്. അത് ശരിയാ, അവൻ സമ്മതിച്ചു. ഞാനിത് 3ാമത്തെ പെണ്ണു കാണല. താനോ? എനിക്ക് ആദ്യത്തെ അനുഭവമാ. ഗുഡ്. അവൻ ചിരിച്ചു. തനിക്ക് ഉയരക്കൂടുതലെന്ന അമ്മ സംശയിച്ചത്. അങ്ങനൊന്നുമില്ല. ഇനി വീട്ടുകാർ തീരുമാനിക്കട്ടെ. അതല്ലേ ശരി. പുഞ്ചിരിയോടെ അവൻ അവളെ നോക്കി. അതെ, അവൾ ചിരിയോടെ മറുപടി പറഞ്ഞു. ഇതൊന്ന് ഷൂട്ട് ചെയ്ത് വച്ചിരുന്നെങ്കിൽ കൂട്ടുകാരികളെ കാണിക്കാമായിരുന്നെന്ന് ലയ ഓർത്തു. ഓക്കെ, ഞാൻ താഴേക്കു ചെല്ലാം. അവൾ തലയാട്ടി. ചിരിയോടെ അവൻ അവിടെ നിന്ന് പോയി. അരുൺ താഴെ വന്ന് സെറ്റിയിലിരുന്നു. അവൻ്റെ മുഖം കണ്ടപ്പോൾ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവർക്കും ബോധ്യമായി. ഇനി എങ്ങനെയാ മഹേന്ദ്ര? ശിവശങ്കരൻ ചോദിച്ചു. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരൊക്കെ എൻ്റെ വീട്ടിലേക്ക് വന്നോളൂ. ഒരു തീയതി പറഞ്ഞാൽ മതി. അത് നീണ്ടുപോകരുത്. പെൺകുട്ടിയുടെ ജാതകപ്രകാരം അടുത്ത മാസം 26-ന് മുൻപ് കല്യാണം നടത്തണമെന്നല്ലേ ജ്യോത്സ്യൻ പറഞ്ഞത്? മഹേന്ദ്രൻ ശിവശങ്കരനെ നോക്കി. അതെ അതെ, ഞാനും മഹേന്ദ്രനും ഒന്നിച്ചുപോയ വിവാഹ പൊരുത്തം നോക്കിയത്. അപ്പോഴാ അവളുടെ ജാതകം കണ്ട് ജ്യോത്സ്യൻ ഇത് പറഞ്ഞത്. ഈ സമയം കഴിഞ്ഞാൽ പിന്നെ 32 വയസ്സ് കഴിയണം. എല്ലാവരിലും ഹമ്പരപ്പുണ്ടായി. എങ്കിൽ ബുധനാഴ്ച ആയാലോ മധു? രാവിലെ കുറച്ചു സമയത്തെ കാര്യമല്ലേയുള്ളൂ. ബാഹുലേയൻ ആരാഞ്ഞു. ഞങ്ങൾക്ക് സമ്മതം. മഹേന്ദ്രൻ ഉറപ്പുകൊടുത്തു. മധുപേട്ടൻ എന്തു പറയുമെന്ന ആലോചനയിലായിരുന്നു സുജാത. ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിച്ച് വിടുകയാണ് വേണ്ടത്. അതിനെന്താ, അന്നു തന്നെ ആവട്ടെ. മധുചന്ദ്രൻ്റെ വാക്കുകൾ സുജാതയെ അമ്പരിപ്പിച്ചു. സംസാരമൊക്കെ അവിടെ വെച്ചാവാമല്ലേ? ശിവശങ്കരൻ നരച്ച കുറ്റിത്തലമുടി ഒന്നൊഴിഞ്ഞു. സ്ത്രീധനത്തിൻ്റെ കാര്യമല്ലേ ശങ്കരേട്ടൻ പറയുന്നത്? ഞങ്ങൾക്കങ്ങനെ ചോദ്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ കൊടുത്തുവിടുന്നതിൽ ഞാനെന്ത് അഭിപ്രായം പറയാനാ? അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. മഹേന്ദ്രൻ്റെ ചിരിയിൽ തന്നെ ഒരു കള്ളലക്ഷണമുള്ളതുപോലെ രഘുനാഥിന് തോന്നി. എന്നാൽ ഞങ്ങൾ ഇറങ്ങാം. മഹേന്ദ്രൻ എഴുന്നേറ്റു പോകാൻ നേരം ഹൈമവതി തന്നോട് എന്തെങ്കിലും പറയുമെന്ന് സുജാത കരുതിയെങ്കിലും അതുണ്ടായില്ല. രഘുനാഥ് ഒഴികെ എല്ലാവരും അവരെ കാറിൻ്റെ അരികുവരെ അനുഗമിച്ചു. യാത്ര പറഞ്ഞ് അവർ കയറിപ്പോയി. നടന്നു കിട്ടിയാൽ നിന്റെ മോള് രക്ഷപ്പെട്ടടാ. ചിരിയോടെ ബാഹുലേയൻ മധുചന്ദ്രൻ്റെ ചുമലിൽ തട്ടി. എനിക്കിത് നടത്തണം ബാഹുവേട്ടാ. ചോദ്യങ്ങളൊന്നുമില്ലെന്ന് മഹേന്ദ്രൻ പറഞ്ഞെങ്കിലും നീ മോൾക്ക് കൊടുക്കുന്നത് എന്താണെന്നറിയാൻ അയാൾക്ക് താല്പര്യം കാണിക്കും. ഞാൻ എന്തു പറയണം? ഇളയച്ചൻ പറഞ്ഞത് വളരെ ശരിയാ. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അവർ മുൻപേ അറിഞ്ഞിരിക്കണം. പിന്നീട് കുറഞ്ഞുപോയെന്ന് ഒരു സംസാരം ഉണ്ടാവരുത്. ബാഹുലേയൻ അനുകൂലിച്ചു. ഞാനൊന്ന് ആലോചിച്ച് ഇളയച്ചനെ വിളിച്ചു പറയാം. നമ്മൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് അവരെ അറിയിക്കണം. സ്വർണം എന്തായാലും 150 പവൻ മനസ്സിൽ വെച്ചോ. എവിടെ ചെന്നു കയറിയാലും അവൻ അതിൽ കൂടുതൽ കിട്ടും. പിന്നെ ഒരു കാർ, അതിന് 10 ലക്ഷത്തിൻ്റെ ബഡ്ജറ്റ് ഇട്ടോ. നിനക്കൊരു മോളല്ലേടാ ഉള്ളത്. ഒന്നിനും കുറവ് വരേണ്ട. ആർഭാടമായി തന്നെ നമുക്ക് നടത്താം. മധുചന്ദ്രൻ ചിരിച്ചു. തൻ്റെ മനസ്സിലും അതുതന്നെയാണെന്ന് മധുചന്ദ്രൻ ഓർത്തു. അടുത്ത ലക്കത്തിൽ തുടർന്നു കേൾക്കാം. ദയവായി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും
കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മുരളി നെല്ലനാട് നോവൽസിന് വേണ്ടി പ്രവീണ.